അതെ, അപ്പൊ അബിയുടെ കാര്യം ടീച്ചറോട് പറയണ്ടല്ലോ. അതല്ലേ നല്ലത് മോള്, അതല്ലേ നല്ലത്. എന്റെ പൊന്നു പാക്കര, അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ പറയാൻ നിക്കണ്ട, അതായിരിക്കും നല്ലത്. എന്തിനാ വെറുതെ ഇഷ്യൂലേക്ക് പോണേ? അതാ നല്ലത്. ഇപ്പൊ പറയണ്ട. എടാ പാക്കര, എന്ന് വിചാരിച്ച് ഈ മാളിത് വിടാൻ ഉദ്ദേശിക്കണില്ല ഈ മാളു. അതെനിക്കറിഞ്ഞൂടെ മാളു വിടില്ലെന്ന് എനിക്കറിഞ്ഞൂടെ. പക്ഷെ ഇപ്പൊ പറയാൻ നിൽക്കണ്ട മാളു, അതാണ് നല്ലത് അല്ലേ? എടാ പാക്കര, തൽക്കാലം ഈ മാള് കുറച്ച് ബുദ്ധി ഉപയോഗിക്കാൻ പോവാ. ബുദ്ധി ഉപയോഗിക്കാനാ? അതെങ്ങനെ മാളു? എന്ത് ബുദ്ധിയാ മാളു? എടാ പാക്കര, ബുദ്ധിയില്ലാത്ത നിന്നോട് അത് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ മാള് പറയും, അല്ല സോറി ചെയ്യും. അത് കണ്ടാ മതി. അതത്രയ്ക്കുള്ള മാളു ചെയ്യും, ഞാൻ കാണും അല്ലേ മാളു? അങ്ങനെ തന്നെ. എടാ പാക്കര, ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ആദ്യത്തെ ശത്രുക്കൾ ഒതുക്കണം. അതിനുശേഷം മതി അബിയും അബിയുടെ ചേട്ടനും. നമുക്ക് അവരെടുക്കാം. എവിടെ പോവാനവര്? നമ്മുടെ ആദ്യത്തെ ശത്രുക്കളായ ഷിബുവിനും ലീലാമണിനും സുബ്രുവിനും നമുക്ക് ഒതുക്കാം നമ്മുടെ ഫസ്റ്റത്തെ പ്ലാൻ വെച്ച്. എന്നിട്ട് നമ്മുടെ ശത്രുക്കളായ അബിനും അബിയുടെ ചേട്ടനും പുതയ്ക്കാം. പുതയോട് പുത. എന്തിരി ബുദ്ധിയാ? അത് മതി മാളു, അത് മതി. ഈ മാളും അബിയും കൂടി അടിയായ കാര്യം അബിയുടെ ചേട്ടൻ ഇറങ്ങിയാ ഈ മാളൂനിട്ട് അബിയുടെ ചേട്ടൻ പുതയ്ക്കും. നല്ല രസായിരിക്കും. നല്ല രസായിരിക്കും. ഈ അബിയുടെ ചേട്ടൻ ഇവറ്റങ്ങളിട്ട് ഇടിയോടിടി തുണി ഊരിയടി. എല്ലാരും വിചാരിക്കും ഈ മാളും അബിയുടെ കാര്യം ടീച്ചറുടെ അടുത്ത് പോയി പറയുന്നു. പക്ഷെ പറയില്ല. ആദ്യം തന്നെ കുരുട്ട് 3 സാധനങ്ങൾ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കണം. അതിനുശേഷം അബി, പിന്നെ അബിയുടെ ചേട്ടൻ കാണിച്ചു തരാം. അല്ല മാളു, അതെ പൊന്നു പാക്കര, സിപ്പപ്പോ ഐസ്ക്രീമോ മേടിച്ചാലുള്ള കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നീ തീർന്നു. കാര്യം സംസാരിക്കാനുള്ള ഒരു തീറ്റ അത് വേണ്ട. അയ്യോ, അതൊന്നല്ല മാളു. ഞാൻ അങ്ങനെ പറയൂ മാളു, അങ്ങനെ പറയൂ. പിന്നെ എന്തിട്ടാ നീ കാര്യം പറ, എന്താ സംഭവം? അല്ല മാളു പറഞ്ഞില്ലേ ഷീമോനും ലീലാമണിനും അവരൊക്കെ പുറത്താക്കാനുള്ള ഫസ്റ്റത്തെ പ്ലാൻ. അതെന്ത് പ്ലാനാ മാളു? അതെന്ത് പ്ലാനാ? എന്റെ പൊന്നു പാക്കര, നീ ഇങ്ങനെ ഒരു പൊട്ടനായി പോയല്ലോടാ. നീ മറന്നുപോയാ? ആ ഷിബുവിന്റെ ബാഗിൽ നമ്മൾ പൈസ ഇട്ട കാര്യം നീ മറന്നുപോയാ? നമ്മൾ കാലത്തെ ഇന്റർവെല്ലിന് ആ ഷിബുവിന്റെ ബാഗില് എന്റെ പപ്പ തന്ന പൈസ, അതായത് PTA ഫണ്ടിലേക്ക് എന്റെ പപ്പ തന്ന പൈസ ഞാൻ ഷിബുവിന്റെ ബാഗിൽ ഇട്ടില്ലേ? ആ കാര്യം മധുമാസനോട് പറയാ. എങ്ങനെ പറയണം? എന്റെ പൈസ കാണാനില്ല, ആരോ അടിച്ചു മാറ്റിയെന്ന്. അങ്ങനെ ഷിബുവിനെ പിടിപ്പിക്കണം. നമ്മുടെ പൈസ ഷിബു അടിച്ചു മാറ്റിയെന്ന് പറയട്ടെ. ആ കാര്യം നീ മറന്നുപോയാ എന്റെ പൊന്നു പൊട്ട? അങ്ങനെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വേഷം ഈ മാളു ഇറക്കിപ്പിക്കും. മാളൊരു പാമ്പാട്ട് തന്നെ. ഞാൻ തന്നെ അവന്റെ ബാഗിൽ പൈസ ഇട്ട് ആ പൈസ അവരടിച്ചു മാറ്റിയെന്ന് ഞാൻ പറഞ്ഞ് അവരെ സ്കൂളിൽ നിന്നും ക്ലാസ്സിൽ നിന്നും പുറത്താക്കിക്കും. എങ്ങനെയുണ്ടടാ ഈ പാക്കര, ഈ മാളുവിന്റെ ബുദ്ധി? മാളൊരു ചിഞ്ചിനാക്കണ തന്നെ. അയ്യോ, മാളിന്റെ കൂടെ കൂട്ടുവിടാൻ പറ്റിയത് എന്റെ ഭാഗ്യം. ഈ മാളൂരോട് മുട്ടി വരുന്നു മനസ്സമാധാനത്തോടെ ഇരുന്നിട്ടില്ല. ആദ്യം ആ 3 പേര്, അതിനുശേഷം അബിയുടെ ചേട്ടനും. കാണിച്ചു തരാം ഈ മാളു ആരാന്ന്. എടാ പാക്കര, നമുക്ക് തൽക്കാലം ക്ലാസ്സിൽ കയറിയിരിക്കാം. നമുക്കൊന്ന് ഒതുങ്ങാം. മേള് പറയണ പോലെ ക്ലാസ്സിൽ കയറിയിരിക്കാം. പാക്കര, പുലി പതുങ്ങണത് ഒളിക്കാനല്ല, പൂർവാതിരെ ശക്തിയോടുകൂടി ചാടാനാണ് പുലി പതുങ്ങണത്. മനസ്സിലായോ? പക്ഷെ മാള്, ആ കാര്യം എനിക്ക് വലിയ പേടിയില്ല മാളു. ഏത് കാര്യം പേടിയില്ലെന്ന്? അല്ലേ, ഈ പുലിയുടെ കാര്യം എനിക്ക് വലിയ പേടിയില്ല മാളു. പുലിപ്പ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം. എന്റെ വീട്ടിലൊരു പൂച്ചയുണ്ട്, പൂച്ചക്കുട്ടി.
പറഞ്ഞെങ്കിൽ നല്ല ഇടി കിട്ടുന്നു, അതുകൊണ്ട് തിരിച്ചു വന്നായിരിക്കും. പക്ഷേ മോനെ, പാവങ്ങളുടെ മുഖം നോക്കിയടാ, ചമ്മിനാണ് കേട്ട മുഖം. മാളപ്പാക്കരന് ഇത്ര പെട്ടെന്ന് വന്ന പറഞ്ഞ അബിയുടെ കാര്യം പറഞ്ഞോ ടീച്ചറോട്? എന്താടി മാളോ, പട്ടി ചന്തയ്ക്ക് പോയ പോലെ രണ്ടാളും ചമ്മി നാറി വന്നിണ്ടല്ലോ. എന്തേ പറഞ്ഞ? എനിക്ക് പൊളിഞ്ഞു കയറിട്ടോ. ഞങ്ങള് ചന്തയ്ക്കാണോ പറമ്പിക്കാണോ പോയാൽ നിങ്ങക്ക് വൈകാതെ മനസ്സിലാവും. അല്ല പിന്നെ എന്തീ കാണേ, തലയിരിക്കുമ്പോ വാല് സംസാരിക്കേ. എടാ പാക്കര, നീ ഇങ്ങനെ വർത്താനൊക്കെ പറയോ? അയ്യോ സംഭവം അതിശയിക്കണോ. ഇല്ലമണി പൊളി പൊളി പൊളി. അതെന്താടാ തലയിരിക്കുമ്പോ വാല് വർത്താനം പറഞ്ഞ് കടിക്കാൻ പിടിച്ച് ഒന്ന് പോയടാ. അല്ല പിന്നെ ഞങ്ങൾ തീരുമാനിക്കും തല വർത്താനം പറയണോ വാല് വർത്താനം പറയണെന്ന്. അല്ല മേള് ആയിക്കോട്ടെ ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്തായി വലിയ വർത്താനത്തിൽ അബിയുടെ കാര്യം ടീച്ചറോട് പറയാൻ പോണെന്ന് പറഞ്ഞിട്ട് ചാടിത്തുള്ളി പോകണ്ടല്ലോ. എന്തേ പറഞ്ഞില്ലേ? നിന്റെ കാങ്കാരി ഇന്നത്തോടുകൂടി ഞാൻ തീർക്കണ്ടോ? നീയൊക്കെ സ്കൂളിൽ നിന്ന് പുറത്ത് ഈ മാളോട് മുട്ടാനുള്ള കാര്യമുണ്ടോ നിനക്ക്? കിടന്ന് പെറുപെറുക്കാണ്ട് കാര്യം പറയേ. എന്തേ പറഞ്ഞില്ലേ അബിയുടെ കാര്യം ടീച്ചറോട്? ഈ പ്രാവശ്യം മാള് പോട്ടെ എന്ന് വിചാരിച്ചു, വേറൊന്നും കൊണ്ടല്ല. ടീച്ചറുടെ മോനല്ലേ, ജീവിച്ചു പോട്ടെ. നമ്മളായിട്ട് ഇതിന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണേ, അതുകൊണ്ട് ഞാൻ വിട്ടോ. അല്ല പിന്നെ മേള് വിട്ടതാ, വെറുതെ എന്തിനാ? അബി പാവല്ലേ, ജീവിച്ചു പൊക്കോട്ടെ, അതുകൊണ്ട് വിട്ടതാ മേളു. അല്ല പിന്നെ അല്ലാണ്ട് പേടിച്ചിട്ട് വിട്ടതല്ല. എന്റെ ക്ഷമേരം നെല്ലിപ്പതിനടർന്നൂടാ. ഇമ്മരക്കളി ഇതോടുകൂടി തീർന്നു. അമ്മാത്ത മാസൊന്നും വരണ വരെയുള്ളൂ ഇമ്മരക്കൊലച്ചിരി. ഇതോടുകൂടി സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ എന്റെ കാശ് കട്ടെടുത്ത കാര്യത്തിന്. മേളുത്തിന് പേടിക്കണേ? മേളിനാരും പേടിയില്ല. വെറുതെ എന്തിനാ അബീനെ പ്രശ്നം ഉണ്ടാക്കണെന്ന് ചോദിച്ചാ അബിന് പാവല്ലേ, അതുകൊണ്ട് വിട്ടതാ മേളു, വിട്ടത്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ പാക്കര. ഈ മാള് വീടാന്ന് വെച്ച് വിട്ടതാ. ആരെ പേടി? മാളൊരു ഒരാളും പേടിയില്ല. അങ്ങനെ മാളോട് മുട്ടാൻ ധൈര്യം ആർക്കില്ല. ഈ വൃത്തികെട്ടോട് വർത്താനം പറഞ്ഞിട്ട് കാര്യടാ. നീ പിഞ്ചു കയറിയിരിക്കും, നമുക്ക് കൂട്ട് കവർക്കുള്ള പണി, ഒട്ടുക്കട്ട പണി. അതെത്രയുള്ള മേളു? മേള് പറഞ്ഞാൽ എനിക്കറിയാം, പകരറിയാം. തൽക്കാലം പിഞ്ചു കയറിയിരിക്കും. മരക്കൊലച്ചിരി നമുക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ആദ്യം അവര് ചേട്ടനും പേടിച്ചിട്ടാണ്, ഈ മാള് പേടിച്ചിട്ടാണ്. നീ കേട്ടല്ലോ പാക്കര, അവർ പറഞ്ഞത് കേട്ടില്ലേ? മേളു ഞാൻ കേട്ടു, അവര് പറഞ്ഞ ഞാൻ കേട്ടു. ഈ മാളിന് പേടിയുണ്ടോ പാക്കര? ഈ മാളിന് പേടിയുണ്ടോ? നീ പറ, പേടിയുണ്ടോ? അങ്ങനെ ചോദിച്ചു മേള്. അത് പിന്നെ പേടിയില്ല, മേളൊരു പേടിയില്ല, മേളിനാരും പേടിയില്ല, മേളൊരു ചെമ്പവ്. നീ തൽക്കാലം ബെഞ്ചിൽ കയറിയിരിക്കും, നമുക്ക് നോക്കാം ഇതെപ്പെട്ടം വരെ പോകുന്നു. നോക്കാം. മോനെ, രണ്ടും കൂടി ചമ്മി നാണം കെട്ടിയിരിക്കണവരെ പാവങ്ങള്. അല്ല പിന്നെ നമ്മളോടെ കളിക്കണേ. അബിയുടെ ചേട്ടന്റെ കാര്യം അവന്മാരെ അറിഞ്ഞിട്ടുണ്ട്, അല്ലാണ്ട് വെറുതെ പറയാത്ത എല്ലാ കാര്യം. ചമ്മി നാണം കിട്ടും, അവറ്റങ്ങളെ തൊടി പോകുന്ന അറിയാം, അതാ കാര്യം. നീയൊക്കെ തീർന്നു. ഇന്നും കൂടി ഉള്ളു നീയൊക്കെ സ്കൂളില്. ഈ സ്കൂളിൽ ഇന്നും കൂടി ഉള്ളു നീയൊക്കെ. ഇന്നത്തോടുകൂടി നിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിക്കൂടാ നിങ്ങളെ മൂന്നെണ്ണത്തിനും. മേളുടെ അലറല്ല സൂപ്പറായിട്ട് സൂപ്പർ. മേളിന് സിംഗം 3 അഭിനയിച്ചൂടെ? സിംഗം 3 നിന്നോട് 100 വട്ടം ഞാൻ പറഞ്ഞിട്ട് സീരിയസ് ആയിട്ട് വല്ല കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ സിംഗം 3